പകരക്കൂട്ടുകൾക്കും വർണ്ണ ചിത്രങ്ങൾക്കും നടുവിലാണ് ഞാൻ ഇരിക്കുന്നത്. ചാനൽ 91 ന്യൂസിൻ്റെ അതിഥി സംവാദത്തിലേക്ക് എല്ലാ സ്നേഹിതർക്കും പ്രേക്ഷകർക്കും സ്വാഗതം. കലയും കലാകാരണം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു, എങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇതെല്ലാവർക്കും വലിയ വലിയ സംശയങ്ങളാണ്. എങ്കിലും ഒരു നല്ല കൂട്ടായ്മയിൽ, നല്ല പിന്തുണയിൽ, നല്ല ബുദ്ധിപരമായ മേഖലയിലുള്ള ആളുകളോട് ചേർന്ന് യാത്ര ചെയ്ത വളരെ ശ്രദ്ധേയനായ മലയാളത്തിൻ്റെ ഒരു കലാകാരനെയാണ്, ഒരു കലാപീഠത്തിൻ്റെ നല്ല മനുഷ്യനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഏതായാലും കലാപീഠത്തിൻ്റെ ഭാഗമായ ബിനുരാജ് കലാപീഠത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമസ്കാരം. കലാപീഠം എന്ന് ഞാൻ പറഞ്ഞ് അവസാനിക്കുന്നതിൽ ഒരു നല്ല കൂട്ടായ്മയായിട്ട്, ഒരു നല്ല സ്നേഹ സംഘമായിട്ടാണ് നമുക്ക് പൊതുവെ, ഞങ്ങൾക്ക് മീഡിയക്കാർക്ക് പോലും ഫീൽ ചെയ്തിരിക്കുന്നത്. എന്താണ് ബിനുരാജിൻ്റെ ഒരു ഓർമ്മ കലാപീഠത്തിൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത്, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് കലയോട് പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങിനോട് വളരെ താല്പര്യമുണ്ടായിരുന്നു. ചിത്രകലയോടുള്ള ഈ താല്പര്യം ഒരുപക്ഷെ ഫ്യൂച്ചറിൽ എല്ലാവരും ചോദിക്കുമല്ലേ, ഓരോ ആളുകളോടും പഠിക്കുന്ന ആൾ നിനക്ക് ഫ്യൂച്ചറിൽ എന്താകണം എന്ന് ചോദിക്കുന്ന പോലെ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട് ഫ്യൂച്ചറിൽ എന്താണ്. അപ്പോൾ എനിക്ക് നല്ലൊരു പെയിൻറ്റർ ആകണം എന്ന് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ, എവിടെ, എങ്ങോട്ട് പോകണമെന്നൊന്നും നമുക്കന്ന് പഠിക്കുന്ന കാലത്ത് എനിക്കറിയില്ല. പിന്നീട് 10th കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസം സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് നടക്കുന്നു. പക്ഷെ അപ്പോഴും ഈ ചിത്രകലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോളേജിൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് 3 ദിവസത്തെ. അത് നമ്മുടെ തൃപ്പൂണിത്തുറ RLV ആണെങ്കിലും തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിലാണെങ്കിലും മാവേലിക്കരയിലാണെങ്കിലും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഞാൻ എൻട്രൻസ് ടെസ്റ്റിന് പോകുന്നു. അതാണ് അടുത്ത കടമ്പ. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ചിത്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മുഴുവനും രവിവർമ്മ ചിത്രങ്ങളാണ്. രവിവർമ്മ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പെയിൻറ്റിങ്, ഇതാണ് ചിത്രങ്ങൾ. ഇതാണ് എന്ന് വെച്ചാൽ നമ്മൾ അന്ന് കാണുന്ന മാസ്റ്റേഴ്സിൻ്റെ, റംബ്രാൻഡിൻ്റെയും വാൻഗോഗിൻ്റെയും ഡാവിഞ്ചിയുടെയും ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ ഇന്നത്തെ പോലെ ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അത് എവിടെയെങ്കിലും പഴയ ഇലിസ്ട്രേറ്റഡ് വീക്കിലിയിലോ ഇതിൻ്റെയൊക്കെ ബാക്ക് കവറിൽ വരുന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ധൈര്യത്തിലാണ്, യാതൊരു കോച്ചിങ്ങോ ഒന്നുമില്ലാണ്ട് നമ്മൾ ഈ കോളേജിലേക്ക് ചെല്ലുന്നത്. പരീക്ഷ എക്സാം എഴുതാൻ വിളിക്കുമ്പോൾ അവിടെ ചെന്നിരുന്നപ്പോഴാണ് ആളുകളെ ഈ ഫസ്റ്റ് ഡേ തന്നെ ഈ മോഡലിനെ കൊണ്ടിരുത്തിയിട്ട് നോക്കി വരച്ചു. അപ്പം തന്നെ നമ്മൾ ഫെയിലായി. കാരണം വെച്ചാൽ നമുക്ക് നോക്കി വരയ്ക്കാൻ അറിയില്ല, നമുക്കൊരു പോർട്രേറ്റ് ചെയ്യാൻ അറിയില്ല. നമ്മുടെ സങ്കല്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പുറത്താകും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. സിമ്പിളായി പറഞ്ഞൊരു പരീക്ഷണം. അടുത്ത ദിവസവും മറ്റുള്ള ഇതിലേക്ക് പോകുമ്പോൾ ഇത് സ്റ്റിൽ ലൈഫ്, മോഡൽ സ്റ്റഡി, ഇങ്ങനെയുള്ളതൊക്കെ പോവുകയാണ്. പക്ഷെ ഇതെല്ലാം ഫെയിലായി. അപ്പോൾ അവിടെ നിന്ന് വണ്ടി കയറുന്നു, തിരിച്ചിവിടെ വരുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറ RLV കോളേജിൽ ഇതേപോലെ ടെസ്റ്റ് എഴുതുന്നു. അപ്പോൾ അതും ഇതേപോലെ ആയിരിക്കും. അപ്പോൾ അറിയാം ഇത് കിട്ടില്ല എന്ന്. പക്ഷേ അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ നന്നായി എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒരു കോളേജിൽ, ഒരു ഫൈനാൻസ് കോളേജിൽ ഒരു പക്ഷേ ഒരു വർഷം കേരളത്തിലെ കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്നത് ഓരോ അപ്ലൈഡ് ആർട്ടാണെങ്കിലും അഡ്വർടൈസിങ് ഇതിലാണെങ്കിലും ഒക്കെ, സ്കൾപ്ചറിലാണെങ്കിലും ഏതാണ്ട് 300ഓളം കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പക്ഷേ ഒരു 8-10 പേരാണ് നമ്മൾ അറിയുന്ന ആ ലെവലിൽ നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ജോലിയുടെ ഭാഗമായിട്ട് അപ്ലൈഡ് ആർട്ടൊക്കെ എടുത്ത് അതിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ കലയിൽ നിൽക്കുന്നില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ ഫെയിലായി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് വീട്ടിൽ വന്നിരിക്കുക. പിന്നെ എനിക്ക് ഇത് അധ്യായം അടഞ്ഞു. പക്ഷേ എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ കുടുംബമായിട്ട്, എൻ്റെ അച്ഛൻ ഒരു മലയാള അധ്യാപകനാണ്, ധർമ്മരാജൻ എന്നാണ് പേര്. പക്ഷെ അച്ഛനുമായിട്ട് ഈ സാനുമാഷിൻ്റെ കുടുംബവും സാനുമാഷും ഒക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം അച്ഛനപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവനിങ്ങനെ പോയി ഫെയിലായി, എന്ത് ചെയ്യണം, വര പഠിക്കണം. അപ്പോൾ സാനുമാഷാണ്, ഒരു സ്ഥലമുണ്ട്, അത് എറണാകുളത്ത് കാരിക്കാമുറിയിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ എറണാകുളത്ത് പോകുമ്പോൾ എനിക്കറിയാം, ഞാൻ ചില പരിപാടികൾക്ക് അവിടുത്തെ സന്ധ്യകളിലുള്ള സായാഹ്നങ്ങളിലെ പരിപാടികളിലൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേറെ ഒന്നും അറിയില്ല.
പക്ഷെ സാനുമാഷാണ് എന്നെ 1992 ഏപ്രിൽ 13 വിഷുവിൻ്റെ തലേ ദിവസം എന്നെ കലാപീഠത്തിൽ ദേവൻ മാഷ് അവിടെ ഇരിക്കുന്നു, കലാധരൻ മാഷുണ്ട്, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുണ്ട്. അപ്പോൾ അവരുടെ ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കോട്ടയത്തുള്ള ഒരാളുടെ സ്കൾപ്ചർ എക്സിബിഷനുണ്ട്. ആ എക്സിബിഷൻ്റെ ഇനാഗ്രേഷൻ ആയതുകൊണ്ട് നമ്പൂതിരി മാഷാണ് ഇനാഗ്രേഷൻ. എന്നോട് അന്ന് ചെല്ലാൻ പറയുന്നു. സാനു മാഷാണ് എന്നെ കലാപീഠത്തിൽ കൊണ്ടാക്കുന്നത്. അതൊരു വലിയൊരു വഴിത്തിരിവാണ് അവിടെ നിന്നുള്ളൊരു ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് നമുക്കറിയില്ല. ഇന്ന് എനിക്കറിയാം. അവിടെ എല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലും ഇരിക്കില്ല. ഇതിൽ ഞങ്ങളൊക്കെ അഭിമാനത്തോടു കൂടി കലാപീഠം, അത് ബിനുരാജ കലാപീഠം. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്ന് വെച്ചാൽ അവിടെ നിന്ന് മാഷ് അപ്പോൾ ഈ പഴയ പൈപ്പൊക്കെ വലിച്ചിരിക്കണം. ഞാനപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പൈപ്പൊക്കെ വലിച്ച ഒരാളിരിക്കുന്നു. അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതിട്ടിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, വളരെ താടിയൊക്കെ തടയിരിക്കുന്നു. ദേവമാഷിനെ അങ്ങനെ കാണുകയാണ്, അടുത്ത് കാണുകയാണ്. അപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. സാനുമാഷ് പറയുന്നു ഇന്നാളുടെ മകനാണ്, നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ പഠനം എന്ന് പറയുന്നത് 6 മാസത്തെ ഒരു കോഴ്സാണ്, പക്ഷെ പഠിപ്പിക്കലല്ല. അല്ല, അവിടെ ഈ പറഞ്ഞ പോലെ കലാപീഠത്തിൽ അന്ന് എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രത്യേക വരച്ച് നമ്മുടെ കഴിവ് എന്താണ് അങ്ങനെയൊന്നുമില്ല. അവര് പക്ഷേ നമ്മുടെ അടുത്ത് പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്ന വൈകിട്ട് 3 to 5 ആണ് ക്ലാസ് ടൈം. അപ്പോൾ ഒരുപാട് പേര് അവിടെ വരയ്ക്കാൻ ആ ടൈമിന് വരും. അപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വരയ്ക്കാന്ന് പറയുന്നത് നമ്മുടെ അടുത്തൊരു നോട്ട് ബുക്ക് എടുത്ത് തന്നിട്ട് ഇങ്ക് ഒഴിക്കുന്ന ഫൗണ്ടൻ പെന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. മാഷ ഒറ്റ വാക്കുള്ളൂ. അപ്പോൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകണം, എന്തിനാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നേരെ പോയിക്കോളൂ. അവിടെ പോയിട്ട് നേരെ നോക്കിയിട്ട് പെൻസിൽ ഉപയോഗിക്കരുതും റബ്ബർ ഉപയോഗിക്കരുതും. നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ സ്കെച്ച് ചെയ്തു. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നത് വരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. നമ്മൾ ചെയ്ത ആവൂല എന്ന് നമുക്കറിയാം, വരച്ചത് കറക്റ്റാണ്, പക്ഷെ നിങ്ങൾ പോയി ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അതുമായിട്ട് ഞാനും എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, തിരുവനന്തപുരത്തുകാരൻ അജോയി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഹോമിയോ കോളേജിൽ പഠിക്കാൻ വന്നു. പക്ഷെ അദ്ദേഹം എൻ്റെ കൂടെ ഹോമിയോ എനിക്ക് പോണതിനൊപ്പം തന്നെ അവിടെ വന്ന് ചേർന്ന ഒരാളാണ്. അതും ഡി അജയ് കുമാർ, എൻ്റെ പേരും ഡി ബിനുരാജ് എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, ഞങ്ങൾ വരയ്ക്കും, വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഈ 200 പേജിൻ്റെ ബുക്കിൽ ഈ 198 മോശമായിരിക്കും അവർക്ക്. കാരണം വെച്ചാൽ കറക്റ്റ് ആവില്ല, നമുക്കറിയില്ല, പെണ്ണ് ഡയറക്റ്റ് എടുത്ത് വരയ്ക്കണം. പിന്നീട് നിരന്തരം ഈ പ്രാക്ടീസിലൂടെ നമുക്കൊരു ധൈര്യം കിട്ടി. നമ്മൾ വരയ്ക്കുന്നത് നോക്കി വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും. ആളുടെ അനാട്ടമി കറക്റ്റ് ചെയ്തത് ഈ രീതിയിലാണ്. അവരുടെ പഠന രീതി അതാണ്. അവർ പഠിപ്പിക്കുകയല്ല, നമ്മൾ അത് ഡെവലപ്പ് ചെയ്യാണ്. അത് ഇന്ന മീഡിയം, ഓയിലാണെങ്കിലും അക്രിലിക് ആണെങ്കിലും ചാർക്കോൾ ആണെങ്കിലും പേസ്റ്റിലാണ്, എന്ത് മീഡിയവും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരികയാണ്. അതല്ലാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കൂ, നിങ്ങളുടെ സ്റ്റൈൽ ഇതാണ്, ഇതാ വേണ്ട, അത് കലാപീഠത്തിൽ ഒരിക്കലും അത് അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ബിനുരാജ് ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഈ കലാപീഠത്തിലേക്ക് എത്തിയ ആ വഴികളൊക്കെ പറഞ്ഞെങ്കിലും ആദ്യത്തെ ആ ഒരു വാചകം എന്നെ സ്ട്രൈക്ക് ചെയ്തു. അതായത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർക്ക് വളരെയധികം അത്ര എളുപ്പമാണെന്ന് പറയുന്ന ഒരു വളരെ സിമ്പിളായിട്ടാണ് ബിനുരാജ് പറഞ്ഞത്. കലാകാരനാകണം, ചിത്രകാരനാവണം എന്നാണ് ഇന്നും എൻ്റെ തീരുമാനം. അതത്ര എളുപ്പമല്ല. കേരളത്തിൽ ഏത് കുട്ടിയുടെ കാര്യത്തിലും വേറെ വഴികളൊന്നും ശ്രമിച്ചു നോക്കിയിരുന്നില്ല. നേരെ കലയിലേക്ക്, ഈ കലയിലേക്ക് തന്നെ. അത് നമ്മുടെ എൻ്റെ കുടുംബത്തിൽ ആരും കലയിൽ ഒന്നുമില്ല. എല്ലാവരും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവരും പ്രൊഫസർമാരോ അധ്യാപകരോ എൻജിനീയർമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാടത്തു നിന്ന് നമ്മളിതിലേക്ക് ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ ഫേസ് ചെയ്ത ഒരാൾ ഞാനും. പക്ഷെ ഞാൻ എന്നെ അതിലേക്ക് വിടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് വരുന്ന ഫോൺ കോൾസ് എനിക്കറിയാമായിരുന്നു. അന്ന് ഈ മറ്റേ ഫോണാണ് കറക്കി മറ്റേ വിളിക്കുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഫോണിലേക്ക് വിളിച്ചിട്ട് പറയും, മോനെ ഇങ്ങനെ വിടാൻ പാടില്ല, അയാൾ ജോൺ അബ്രഹാമിനെ പോലെ ആയിപ്പോയി. അപ്പോൾ അവരുടെ സങ്കല്പത്തിൽ അതാണ്, അരവിന്ദനെ പോലെ ആയിപ്പോവും. ഈ അരവിന്ദനെ പോലെ ആയിപ്പോന്ന് വെച്ചാൽ അവർ മോശമായിട്ടാണ് അവരെ കാണുന്നത്. അതാണ് ഒരു വലിയൊരു, നമ്മൾ ആ രൂപം കൊണ്ട് അവർ മദ്യപിക്കുന്ന ആളുകളാണ്, അങ്ങനെയാണ് വേഷം. അപ്പം അച്ഛൻ ഇതൊക്കെ കേട്ടിരിക്കും. അച്ഛൻ കേട്ടിട്ട് പറയും, നടക്കട്ടെ, നോക്കാം നമുക്ക് എന്ന് പറയും.
അപ്പം ഞാൻ നിരന്തരം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതൊന്നുമില്ല. പണ്ട് ഇപ്പോൾ എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. ഇതേപോലെ ഫോൺ സൗകര്യം ഇന്നത്തെ കാലത്തെ പോലെ നമ്മളൊന്നുമില്ല. അപ്പം നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോകും, ചെറിയ ഭക്ഷണമായിട്ട് പോകും. നമ്മൾ അവിടെ നിന്ന് രാത്രി വരെ ഇരുന്ന്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി രാത്രി വരെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പം രാത്രി ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ബസ്, എൻ്റെ നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ് ഉണ്ടെന്നൊരു PMS 9:30 മണിക്ക് പറയുന്നത്. അവിടെ നിന്ന് ഞാൻ കയറും. ഞാനിവിടെ വരുന്നത് കാത്തിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാം. അപ്പോൾ അതൊരു നമുക്ക് അങ്ങോട്ട് പോകാനും അതിനുള്ളൊരു ഭയങ്കര ഒരു ധൈര്യം തരുന്നത് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. അങ്ങനെ ചെയ്യാം. അത്ര ആളുകളുടെ ഇടയിൽ നിന്ന് എതിർപ്പുള്ളപ്പോഴും നിൻ്റെ താല്പര്യം അതാണെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിടുന്നത് അവരാണ്. അതാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. ഒട്ടും ചെറുതല്ലാത്ത ഒരു അനുഭവമാണ് ബിനുരാജ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് മീഡിയ ഇപ്പോൾ ഒരു ചിത്രരചന പഠിക്കുമ്പോൾ അതിനകത്തിപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ വ്യത്യാസം കൊണ്ടും നമ്മൾ വരയ്ക്കുന്ന രീതി കൊണ്ടും ഇപ്പോൾ ആദ്യം കണ്ടു എന്ന് പറയുന്ന നമ്പൂതിരി മാഷ് അല്ലെങ്കിൽ ദേവൻ മാഷ് ഇവിടെയൊക്കെ ഒരു വരയുടെ രീതിയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അന്ന് പിന്നെ പിന്തുടർന്ന് പോവുകയും ചെയ്യുന്നത്. ഇതിലേതാണ് പ്രത്യേകിച്ചൊരു കൂടുതൽ ഇഷ്ടം തോന്നുന്നത്? രേഖാചിത്ര സ്വഭാവത്തിലാണോ അതോ അതിൻ്റെ അടുത്ത? അല്ല, അങ്ങനെ രേഖാചിത്രങ്ങളെല്ലാം എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്പൂതിരി മാഷിൻ്റെ രേഖകളെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ ഒരു പെയിൻറ്റർ അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ അവന് ബേസിക് വേണ്ടത് അവന് രേഖകൾ, അവന് വരയ്ക്കാനുള്ള രേഖകൾ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തല്ലേ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഈ ചിത്രങ്ങൾ ഡ്രോയിങ്സ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പെയിൻറ്റിങ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അബ്സ്ട്രാക്ട് ഫോംസിലേക്കൊക്കെ വരും. അത് കാലങ്ങളെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. അല്ലാണ്ട് ഒരാൾ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്, ചിലവർ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങുകൾ ചെയ്യാറുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അറിയാം അയാളുടെ ഡെപ്ത് എത്രയുണ്ടെന്നുള്ളത്, അതിൽ എത്ര കാലമായിട്ട് പെയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ പറയുന്നത് ഞാൻ പണ്ട് ചെയ്തിരുന്ന വർക്കുകൾ പോരാ എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അത് നോക്കുമ്പോൾ അത് പോരാ, ഇത് ശരിയല്ലായിരുന്നു എന്നറിയാം. ഇപ്പോൾ നമ്മൾ കൂടുതൽ അതിലേക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിങ്ങനെയാണ് വേണ്ടത് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾക്കത് പറയാൻ പറ്റുന്നത്. അതൊരു ഇതാണ്. പിന്നെ ചിത്രകലയിൽ ഇപ്പോൾ കലാപീഠത്തിലെ അനുഭവം ഇപ്പോൾ ചോദിച്ച പോലെ, കലാപീഠത്തിൽ നിന്ന് ഞാൻ പിന്നീട് തുടർച്ചയായി അതിലൂടെ അവിടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ആദ്യ പ്രദർശനം വരുന്നു. ആ പ്രദർശനം സാനുമാഷ് ഉദ്ഘാടനം ചെയ്യുന്നു. അത് കേരള കലാപീഠത്തിൽ തന്നെയാണ്, കലാപീഠത്തിൻ്റെ അങ്കണത്തിലാണ് അത് നടക്കുന്നത്. ആദ്യ പ്രദർശനം അത് കലാധരൻ മാഷാണ് സംഘടിപ്പിക്കുന്നത്. കലാപീഠം അവിടെ പഠിച്ചൊരു ആളുടെ സ്റ്റുഡൻറ്റിൻ്റെ ആ എക്സിബിഷൻ എനിക്ക് കുറേ കൂടി ചില ബന്ധങ്ങളും എൻ്റെ വർക്കുകൾ നോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് നിരന്തരമായി കേരളത്തിനും പുറത്തുമായിട്ട് ഒരുപാട് ചിത്ര പ്രദർശനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ പേരിൻ്റെ ഒപ്പം ഈ കലാപീഠം എന്നുള്ളത് അതുകൂടി പറയാം. കലാപീഠം എന്നുള്ളത് ഞാനൊരു ലളിതകല അക്കാദമിയുടെ സ്റ്റേറ്റ് ക്യാമ്പിൽ ബീച്ചിൽ നടക്കുന്നൊരു ക്യാമ്പിൽ എന്നെ വിളിക്കുകയാണ്. അത് 95 അന്ന് അതിൻ്റെ ഇൻവിറ്റേഷൻ വരുന്നു. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ ലളിതകല അക്കാദമി അടിച്ചതിൻ്റെ അകത്ത് ഇൻവിറ്റേഷൻ ഞാൻ കാണുന്നത് കലാപീഠത്തിൽ ചെല്ലുമ്പോഴാണ്. ആ ഇൻവിറ്റേഷൻ്റെ അകത്ത് പേര് വെച്ചിരിക്കുന്നത് ബിനുരാജ് കലാപീഠം എന്നാണ്. ഈ ഇൻവിറ്റേഷൻ കിട്ടുന്നത് ദേവൻ മാഷിൻ്റെ കയ്യിലും. അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കലാധരൻ മാഷോടെ ഇരിപ്പുണ്ട്. എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, പേര് മാറ്റിയോന്ന് ചോദിച്ചു. നമുക്കറിയില്ലല്ലോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മാഷിങ്ങനെ ചിരിക്കുന്നുണ്ട്. ഞാൻ ഇത് കണ്ടോ, പേര് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പേര് വെച്ച് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് കലാപീഠം എന്ന് ചോദിച്ചു. അപ്പോൾ ദേവൻ മാഷ് പറഞ്ഞു, ഇത് ഇനി മാറ്റണ്ട, ഇത് അവിടേക്ക് കിടന്നോട്ടെ, കലാധര ഇനി ഇയാളുടെ പേര് ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് അറിയാണ്ട് വന്നൊരു കാര്യമാണ്. ലളിതകല അക്കാദമി അന്നെന്തോ അങ്ങനെ ഈ പേര് ഇവിടെ നിന്ന് പോയപ്പോൾ ബിനുരാജിൻ്റെ എന്ന് പറയുമ്പോൾ അത് കലാപീഠത്തിൽ ബിനുരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ പേരിൻ്റെ ഒപ്പം അത് കലാപീഠം വന്നു. പക്ഷെ ഇന്ന് ബിനുരാജ് കലാപീഠം എന്ന് ഉപയോഗിക്കുന്ന, കലാപീഠത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അതിന് അംഗീകാരം നിന്ന ആകെ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. അത് നിരന്തരമായി അത് പിന്നെ എല്ലാം അങ്ങനെ അങ്ങോട്ട് അതങ്ങനെ പോയി. അതങ്ങനെ ഏതായാലും അതേപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയാലും നമ്മളെ തൊട്ട് നമ്മളെ അറിഞ്ഞ് ഇപ്പോൾ MJ സാനു മാഷ്, അതുപോലെ MV ദേവൻ മാഷ്, ഇങ്ങനെയുള്ള സീനിയർ നമ്മുടെ ഇലിസ്ട്രേഷൻ്റെ കുലപതി എന്ന് തന്നെ പറയാവുന്ന നമ്പൂതിരി, ഇവരിലേക്ക് തൊട്ട് പോയ ആൾ
ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്, ഇവരെ പകർത്തി വയ്ക്കുന്ന ദൃശ്യത്തിലേക്ക് മാറുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ മനസ്സിൽ ഈ പ്രോസസ്സ് എങ്ങനെയാണ്? വരയ്ക്കുക മാത്രമല്ല, ഇവരെ ഒന്ന് അല്ല, അത് കലാപീഠത്തിൽ എല്ലാ ഈവനിങ്ങുകളിലും ഒരുപാട് പ്രതിഭകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ MD വരാറുണ്ട്. അത് ഒരുപാട് ആളുകൾ, കേരളത്തിനും പുറത്തുമുള്ള ആളുകളുടെ സായാഹ്നങ്ങളിലൂടെ ഒരുപാട് ആളുകൾ ഇത് കേൾക്കാനും വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ ചർച്ചകൾ, സംവാദങ്ങൾ എല്ലാം നടക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാനും കേൾക്കാനും, അതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവിടെ ഒരു ലിറ്റിൽ തിയേറ്റർ എന്ന് പറയും, ഇംഗ്ലീഷ് തിയേറ്റർ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് P. എലീഷാണ് അത് ഡയറക്ടർ, സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് പ്രൊഫസറായിരുന്നു. അദ്ദേഹം തിയേറ്ററിൽ മാസ്റ്റർ ഡിഗ്രിയൊക്കെ എടുത്തത്. അപ്പോൾ അദ്ദേഹമാണ് നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാടക ഗ്രൂപ്പിൻ്റെ ഈ നാടകത്തിൻ്റെ സ്റ്റേജ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഓരോ വർഷം ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോരോ ചുമതലകൾ നമ്മളെ ഗുരുക്കന്മാരെ ഏൽപ്പിക്കാം. അപ്പോൾ അവർ പറഞ്ഞ് ഇയാളെ കൊണ്ടിട്ട് സ്റ്റേജ് ഡിസൈൻ ചെയ്യുക നോക്കുമെന്ന് പറയാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, സ്റ്റേജ് ഡിസൈനിങ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നു, ചെയ്തു. അപ്പം നാടകം ഫൈൻ ആർട്സ് സ്കൂളിൽ കളിക്കുന്നു, തൃശ്ശൂർ കളിക്കുന്നു ആ കാലത്ത്. അപ്പോൾ നാടകത്തിൻ്റെ സ്റ്റേജ് ചെയ്തത് ആരാന്ന് തൃശ്ശൂർ വെച്ച് സ്കൂൾ ഡ്രാമയിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന ആളാണ്. അപ്പോൾ സ്റ്റേജിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വിഷ്വൽസിനോട് അല്ലെങ്കിൽ ദൃശ്യ കുറച്ചുകൂടി കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ. മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേയ്സ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.